2 വർഷത്തിലേറെ തുടരുന്ന യുദ്ധത്തിൽ ഗാസയിലേക്ക് ആവശ്യ മെഡിക്കൽ ഉപകരണങ്ങൾ, ഭക്ഷണം, മറ്റ് സാധനങ്ങൾ എന്നിവ എത്തിക്കുന്നതിൽ റഫ അതിർത്തി നിർണായകമാണ്. കൂടുതൽ മാനുഷിക സംഘങ്ങളെ എത്തിക്കണമെന്നും ലോക നേതാക്കളും സന്നദ്ധ ഏജൻസികളും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായ ഇസ്രായേലി പരിശോധനാ സംവിധാനത്തിന് വിധേയമായി കാൽനടയാത്രക്കാർക്ക് മാത്രമായി വീണ്ടും അതിർത്തി തുറക്കാൻ ഇസ്രായേൽ സമ്മതിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ജീവനുള്ള എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരികയും മരിച്ച എല്ലാ ബന്ദികളെയും കണ്ടെത്തി തിരികെ കൊണ്ടുവരാനുള്ള ഹമാസിന്റെ 100% ശ്രമത്തെയും ആശ്രയിച്ചിരിക്കും ഈ നീക്കമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അവസാന ബന്ദിയായ റാൻ ഗ്യുലിയുടെ അവശിഷ്ടങ്ങൾക്കായി ഗാസ മുനമ്പിലെ ഒരു സെമിത്തേരിയിൽ ഞായറാഴ്ച തിരച്ചിൽ നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ അതിക്രമിച്ചു കയറി ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ബന്ദികളാക്കിയ 251 പേരെയും ഗ്യുലി ഒഴികെ ജീവനോടെയോ മരിച്ചോ പിന്നീട് എത്തിച്ചിരുന്നു. ഇസ്രായേലി പോലീസിന്റെ എലൈറ്റ് യാസം യൂണിറ്റിലെ ഒരു നോൺ കമ്മീഷണർഡ് ഓഫീസറായിരുന്നു ഗ്യുലി. ആക്രമണം നടന്ന ദിവസം സൈനിക നടപടിയിൽ കൊല്ലപ്പെടുകയും തീവ്രവാദികൾ മൃതദേഹം ഗാസയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.